Welcome to all. My topic is socio-cultural environment of business. അതെന്ന് പറയുകയാണെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോ എൻവയോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. അതിലെ മാക്രോ എൻവയോൺമെൻറ്റിലെ ഒരു ഫാക്ടറാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. അതിൽ സോഷ്യൽ എൻവയോൺമെൻറ്റ് ആണ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ചെയ്യണതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ കസ്റ്റംസ്, ട്രഡീഷൻസ്, വാല്യൂസ്, ബിലീവ്സ്, പോവർട്ടി, ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് എക്സെട്ര ഇതൊക്കെയാണ് കൺസിഡർ ചെയ്യണത് സോഷ്യൽ എൻവയോൺമെൻറ്റ്. The social structure and values that a society cherishes have a considerable influence on the functioning of business firms. ഇവരെ വാല്യൂസും ട്രഡീഷൻസും ഇതൊക്കെ കൺസിസ്റ്റ് ചെയ്തുകൊണ്ട് ആണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺസ് വരികയാണെങ്കിൽ ഡ്രസ്സിൻ്റെ ഒക്കെ ഡിമാൻഡ് കൂടും. ഡ്രസ്സ്, ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടും. അതുപോലെ തന്നെ ആൾക്കാരുടെ ലിറ്ററസി കൂടുന്നതിനനുസരിച്ചിട്ട് അവർ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ട് അവർ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കും. അതുപോലെ തന്നെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫാമിലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതന്നെ അവർ യൂസ് ചെയ്യുള്ളൂ, അതൊരിക്കലും അവർ മാറ്റി യൂസ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റുള്ള ഒരു ഫാമിലീസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊരു ഫാമിലിയുടെ ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെ ആ പ്രൊഡക്റ്റ് മാറി കഴിഞ്ഞിട്ടുണ്ടാവും. അതിങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഈ ഒക്കേഷൻസ് വരുന്നതും കാര്യങ്ങളൊക്കെ. അടുത്തതാണ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ തന്നെ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേർഡ് വൈൽ ഫോർമുലേറ്റിംഗ് ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യും. ആ ഫാക്ടേഴ്സ് എല്ലാതും തന്നെ. ആ ഫാക്ടേഴ്സ് സോഷ്യൽ, കൾച്ചറൽ, കസ്റ്റംസ്, ബിലീവ്സ് ഇവയൊക്കെ തന്നെ സമ്പദ് വ്യവസ്ഥേനെയും പൊളിറ്റിക്സിനെയും ലീഗൽ സിസ്റ്റത്തിനെയും ടെക്നോളജീനെയും ഇതിനൊക്കെ രൂപപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ കസ്റ്റംസൊക്കെ. ദ ബൈയിങ് ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ്, their preference, taste, attitude, beliefs, lifestyle and social values etc. affect business. കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് ബിഹേവിയർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, ലൈഫ് സ്റ്റൈല് ഇവയൊക്കെ തന്നെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. The business should adopt a business strategy which should be suitable for socio-cultural environment. ഒരു ബിസിനസ് അവരുടെ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റിന് സ്യൂട്ടായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ ബിസിനസ് സക്സസ്ഫുൾ ആയിരിക്കുള്ളൂ. The marketing mix will have to be designed as best to suit the environmental characteristics of the market. ഇപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ സ്യൂട്ടായിട്ടുള്ള രീതിയിൽ എൻവയോൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സിന് സ്യൂട്ടായിട്ടുള്ള രീതിയിൽ വേണം മാർക്കറ്റിംഗ് മിക്സ് രൂപപ്പെടുത്താൻ. People have different cultures. It determines the type of goods and services a business should produce, the consumption pattern, food habits, dress, building materials used to construct a house. ഈ പീപ്പിളുടെ കൾച്ചേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഡിറ്റർമിനേഷൻ അനുസരിച്ചുള്ള ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യണം അവർക്ക്. Vary from people to people according to their culture. Therefore, the firm should be adopt business strategies and provide goods and services according to cultural preference. കൾച്ചറിന് പ്രിഫറൻസ് കൊടുത്തിട്ട് വേണം സ്ട്രാറ്റജീസ് രൂപപ്പെടുത്താൻ. അങ്ങനെ പ്രിഫറൻസ് കൊടുത്തിട്ട് വേണം ബിസിനസ് സ്ട്രാറ്റജീസ് രൂപപ്പെടുത്തി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. The values and beliefs associated with the colors also vary from culture to culture. Social changes also influence the business policies of an enterprise. ഇപ്പോൾ കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളും മൂല്യങ്ങളും ഉണ്ട്. ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ
ഇപ്പോൾ ക്രിസ്ത്യൻസ് വെഡ്ഡിങ്ങിന് വൈറ്റ് ഗൗണൊക്കെ വൈറ്റ് ഡ്രസ്സ് കളറ് ചൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേറെ റിലീജിയനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആരെങ്കിലും മരിക്കുമ്പോൾ ദുഃഖസൂചകമൊക്കെ ആയിട്ടാണ് അത് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ മുസ്ലിംസിന് ഗ്രീൻ കളറിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അവർ ബ്ലാക്ക് ആയിട്ടുള്ള പർദ്ദ യൂസ് ചെയ്യുന്നു, അതാരും മരിച്ചിട്ടൊന്നുമല്ലല്ലോ. അപ്പം അങ്ങനെ കളേഴ്സിന് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂല്യങ്ങൾ, കളേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട മൂല്യങ്ങളും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ഉണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. അടുത്ത്, ടുഡേ ബിസിനസ് ഈസ് ബീങ് ആസ്ക്ഡ് ടു ടേക്ക് എ റെസ്പോൺസിബിലിറ്റി ഫോർ ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ അവർ സൊസൈറ്റി. The need for social responsibility of business arises primarily because business system is a part and parcel of total societal system. ഇപ്പോൾ ഈ എൻ്റയർ സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കസ്റ്റമേഴ്സിന് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അവരൊരു പ്രൈമറി ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. Each business person have the responsibility to educate about their product to be society. It is a responsibility of marketing personnel to design a competitive strategy to popularize product. ഇപ്പോൾ each business personnel have to the responsibility, അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ അവരെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പബ്ലിക്കിനെ ബോധവൽക്കരിക്കുക, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പേഴ്സണൽസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി അനുസരിച്ച് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുക, പ്രൊഡക്റ്റ് പോപ്പുലറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി വേണം അവർ രൂപകൽപ്പന ചെയ്യാനായിട്ട്. അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. അതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ ഈ പറഞ്ഞൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, റിലീജിയൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എഡ്യൂക്കേഷൻ, ഫാമിലി, നാച്ചുറൽ ഫാക്ടർ, ടെക്നോളജിക്കൽ ഫാക്ടർ, ഇൻകം ആൻഡ് ലൈഫ് സ്റ്റൈൽ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫാക്ടർ. ഇപ്പോൾ ഒരു വില്ലേജ് അത്യാവശ്യം ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പുള്ള ഒരു ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ലക്ഷറി ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഭയങ്കര ഹൈ റേറ്റുള്ള പ്രൊഡക്ട്സൊക്കെ കൊണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് എന്തായിരിക്കും നഷ്ടമായിരിക്കും. കാരണം അവരുടെ ഇൻകം കുറച്ചായിരിക്കും. അപ്പോൾ അവരതിനനുസരിച്ചിട്ടായിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് എന്തായാലും ചിലവാവില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ലക്ഷറി ആയിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ചീപ്പായിട്ടുള്ള റേറ്റിലുള്ള സാധനങ്ങൾ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർ വാങ്ങിക്കില്ല. കാരണം അവർ ലക്ഷറി ആയിട്ട് ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല. കാരണം അതിൻ്റെ ക്വാളിറ്റി മോശമായിരുന്ന അവർക്കൊരു ചിന്തയുണ്ട്. എല്ലാവർക്കും പൈസ കൂടിയ ഒരു സാധനത്തിന് അതിന് നല്ല ബ്രാൻഡഡ് ആണ്, അതിന് ക്വാളിറ്റി കൂടുതലാണെന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാർ താമസിക്കണതിന് തന്നെ ആക്കാൻ പറ്റില്ല, അതും പറ്റില്ല. അതുപോലെ തന്നെ സോഷ്യൽ കൾച്ചർ അഡോപ്റ്റഡ് ബൈ ഇന്ത്യൻസ് അഡോപ്റ്റ് ചെയ്യുന്നത് ലാംഗ്വേജ്, ഡ്രസ്സിങ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ലൈഫ് സ്റ്റൈല് ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഇന്ത്യൻസ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം. അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ഗെറ്റ് ടു മീറ്റ് ന്യൂ പീപ്പിൾസിനെ മീറ്റ് ചെയ്യാനുള്ള ഒരവസരം കിട്ടും. ലേൺ അബൌട്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ലീഡിങ് ടു ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ പീപ്പിൾസ് ലിവിങ് ഇൻ ഡിഫറെൻറ്റ് സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സ്. ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലുള്ള ആൾക്കാർ താമസിക്കുന്ന സൊസൈറ്റീനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. ലോക്കൽ ബെനിഫിറ്റ്സ് ഫ്രം ഇംപ്രൂവ്ഡ് ഫെസിലിറ്റീസ് വിച്ച് ആർ പ്രൈമർലി പ്രൊവൈഡഡ് ഫോർ ടൂറിസ്റ്റ്. ഇപ്പോൾ ടൂറിസ്റ്റിന് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ലോക്കൽസ് ഡെവലപ്പ് ദെയർ സ്കിൽസ് ആൻഡ് ഇംപ്രൂവ്ഡ് സോഷ്യൽ സ്റ്റാറ്റസ്. ഇപ്പം ലോക്കൽസിൻ്റെ സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ടൂറിസം സ്റ്റിമുലേറ്റ്സ് പ്രൊഡക്ഷൻ ഓഫ് ലോക്കൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ടു മീറ്റ് വാണ്ട്സ് ഓഫ് ടൂറിസ്റ്റ്.
ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ ആവശ്യപ്രകാരം ലോക്കൽസിൻ്റെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, കലയും കരകൗശല വസ്തുക്കളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കഴിവുകളൊക്കെ ഉത്തേജിപ്പിക്കാനായിട്ട്, സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത്ര തന്നെയാണല്ലോ ഇതെന്ന് പറയുകയാണെങ്കിൽ. ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് അവരെ സ്ട്രാറ്റജി കൺസിഡർ ചെയ്യാനായിട്ട് ഈ കൾച്ചറലും ബിലീഫ്സും ആൾക്കാരുടെ സോഷ്യലായിട്ടുള്ള കസ്റ്റംസ്, ട്രഡീഷൻസ് ഇതൊക്കെ കൂടി നോക്കണം. ഇതെല്ലാം കൂടി നോക്കിയിട്ട് വേണം ബിസിനസ് സ്ട്രാറ്റജി തിരഞ്ഞെടുക്കാനായിട്ട്. ഇതാണ് പറയുന്നത്. ഇത്രയുള്ളൂ. താങ്ക് യു.